Good morning. Let us start our class. നമുക്ക് ഇന്നത്തെ നമ്മളെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഏത് പാഠായിരുന്നു പഠിച്ചത്? മൂന്നാമത്തെ പാഠായിരുന്നു അല്ലേ? തേർഡ് ലെസൺ ആയിരുന്നു. എന്താ പേര്? കുട്ടികളെ കണ്ട് പഠിക്കൂ അല്ലേ? ലിസൺ ഹിയർ മോനെ. ഓക്കെ. അപ്പൊ നമ്മള് തേർഡ് ലെസൺ ആയിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. എന്താണ് പാഠത്തിന്റെ പേരെന്താ? കുട്ടികളെ കണ്ട് പഠിക്കൂ അല്ലേ? നമ്മളത് പഠിച്ചാണ്, വായിച്ചിട്ടുണ്ടായിരുന്നു, കുറച്ച് അതിന്റെ അർത്ഥമൊക്കെ പറഞ്ഞാണ് അല്ലേ നമ്മള്? ഓക്കെ. എന്തേ ചേറാ അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചോ? എനിക്ക് ടെക്സ്റ്റ് ബുക്ക് ഇല്ല. ടെക്സ്റ്റ് ബുക്ക് എന്തേ ചേറാ? ടെക്സ്റ്റ് ബുക്ക് വാങ്ങിയോ? ഏതെങ്കിലും വാങ്ങിയോ? ഇവിടെ ഇല്ലാഞ്ഞിട്ടാണോ അന്നേരം? ബുക്ക് ഉണ്ടല്ലോ. ടെക്സ്റ്റ് ബുക്ക് വാങ്ങുമ്പോളെ എന്നാലേ നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പൊ ഇന്ന് ഞാൻ രണ്ടാമത്തെ സെക്കൻഡ് ലെസന്റെ ക്വസ്റ്റ്യൻ ആൻസർ ഒക്കെ എഴുതി സെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഗ്രൂപ്പില്. എത്ര പേര് എഴുതിയിട്ടുണ്ടത്? കംപ്ലീറ്റ് ആക്കിയവരൊന്ന് കൈ കാണിച്ചേ മിസ്സിനെ. ഓക്കെ. ആൻസർ എഴുതിയോ? ക്രിസ്റ്റി എഴുതിയോ? ക്രിസ്റ്റി പേരെ കാണുന്നത് അതുകൊണ്ടാ ചോദിച്ചത്. ഓക്കെ. അപ്പൊ ടെക്സ്റ്റ് ഇല്ലാത്തവർക്ക് ഈ ബുദ്ധിമുട്ടും വരും, കാരണം ഞാൻ അർത്ഥം എഴുതിയിട്ടുണ്ടായിരുന്നില്ല, ടെക്സ്റ്റ് നോക്കി എഴുതാൻ പറഞ്ഞിട്ടുണ്ടായത്. അപ്പൊ സെറ എഴുതിയിട്ടുണ്ടോ? സെറ സെറ നോട്ട് കംപ്ലീറ്റ് ആക്കിയോ? സെറ പോയാ? സെറ പ്ലീസ് അൺമ്യൂട്ട്. സംസാരിച്ചോ? മിസ് ഞാനെല്ലാം എഴുതിയതാ, നോട്ടിലോട്ടെല്ലാം എഴുതിയതാ. ഇല്ലാതെ മോളെങ്ങനെ മീനിങ് നമ്മ ടെക്സ്റ്റ് നോക്കിട്ട് എഴുതാനല്ലേ പറഞ്ഞേ? ഞാൻ എഴുതി അയച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ മീനിങ് എങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നേ? മിസ് വാട്സാപ്പിൽ അയച്ചതല്ല എഴുതി. അതെ അല്ലേ? അപ്പൊ മിസ് ഇത് എഴുതി തന്നിട്ടുണ്ടായിരുന്നോടാ, ദിനം ദിവസം എന്നല്ല? വാട്സാപ്പിൽ ഞാൻ ക്വസ്റ്റ്യൻ ആൻസർ മുതലാ എഴുതിയിരുന്നു. അത് കംപ്ലീറ്റ് ചെയ്യണമായിരുന്നു. ടെക്സ്റ്റ് നിർബന്ധമായും വാങ്ങും മക്കളെ. ഇപ്പൊ ടെക്സ്റ്റ് വാങ്ങാത്ത എത്ര പേരുണ്ട് ഈ ക്ലാസ്സില്? ഒന്ന് കൈ കാണിച്ചേ. പഴയതുണ്ടോ കയ്യില്? ടെക്സ്റ്റ് ഇല്ലാതെ മുമ്പോട്ട് പഠിക്കുമ്പോ ഒരു ബുദ്ധിമുട്ടാവൂലേ മക്കളെ? സൂസൻ, നീ എന്താ ടെക്സ്റ്റ് വാങ്ങാത്തേ? അൺമ്യൂട്ട്. സൂസൻ അൺമ്യൂട്ട് ചെയ്തോ? സംസാരിച്ചോ? നാലാം ക്ലാസ്സിലെ ടെക്സ്റ്റ് വാങ്ങിയോ? മറ്റൊരാളോട് വാങ്ങിനേ. പഴയത് വാങ്ങിനേ. പഴയത് തന്നെയാണ് ഇപ്പൊ സിലബസിലുള്ളത്. ഉണ്ടോ കയ്യില്? ഇല്ല, പഴയ അതേ ബുക്കാണ്, ഹോളി ഫെയ്ത്തിന്റെ ബുക്ക് തന്നെയാണ് ഉള്ളത്. ഇപ്പൊ നമ്മള് ഇപ്പൊ പഠിക്കുന്നത് തന്നെയാണ്. അപ്പൊ അതുണ്ടോ കയ്യില്? പഴയതായാലും മതി, പക്ഷെ ബുക്ക് ഉണ്ടാവണം. ഓക്കെ, ഉണ്ട് അല്ലേ? അപ്പൊ സെറക്കുണ്ടോ പഴയത്? മോളെ പഴയതുണ്ടോ? അപ്പൊ അതിൽ നോക്കിയാൽ നല്ല അർത്ഥം ഇതാ. അതായാലും മതി, പുതിയ തന്നെ വേണം നിർബന്ധമില്ല, പക്ഷെ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടാവണം. അപ്പൊ നമുക്ക് മൂന്നാമത്തെ പാഠം. അപ്പൊ എല്ലാരും കംപ്ലീറ്റ് ചെയ്യണേ സെക്കൻഡ് ലെസണിന്റെ. അന്നൊന്ന് എഴുതിയിട്ടില്ലെങ്കിൽ അങ്ങ് ആവോ, അല്ലെ ഇനി അഥവാ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആൻസേഴ്സ് കിട്ടാതെ ഉണ്ടെങ്കിൽ മിസ്സിനെ ഒന്ന് വിളിച്ചാൽ മതി, ഞാൻ സെൻഡ് ചെയ്ത് തരാം. ഓക്കെ. അപ്പൊ രണ്ടാമത്തെ പാഠം കംപ്ലീറ്റ് ആണല്ലോ. മുഹമ്മദ് ഷംബീർ കംപ്ലീറ്റ് ആണോ മോനെ? ഓക്കെ, എല്ലാവർക്കും കംപ്ലീറ്റ് ആണല്ലോ. അല്ലാത്തവര് മിസ്സിനോട് പറയണം കംപ്ലീറ്റ് ആണ്. കൃപാമേരി കഥ
അൽന അഗസ്റ്റിൻ ഓക്കെ. ദേവാഞ്ജന ഓക്കെ. കൃപ മേരിക്ക് അതെ. ശ്രീദേവ് എഴുതിയില്ലേ മോനെ കംപ്ലീറ്റ്? ഓക്കെ. ആൻഡ്രോസ് അബ്ദുൽ ബാസിദ് എഴുതിയിട്ടുണ്ടാവില്ല അല്ലെ മോനെ? എഴുതിയോ? ഓക്കെ ഗുഡ്. ബാക്കി എല്ലാ കുട്ടികളും എഴുതി അല്ലേ? ഓക്കെ. അപ്പൊ ഇനി അഥവാ ആർക്കെങ്കിലും എഴുതിയത് ഇല്ല എന്നുണ്ടെങ്കിൽ മിസ്സിനെ ഒന്ന് വിളിച്ചാൽ മതി, മിസ് സെൻഡ് ചെയ്ത്. ഓക്കെ. അപ്പൊ മൂന്നാമത്തെ കുട്ടികളെ കണ്ട് പഠിക്കൂ പാഠം 3 അല്ലേ? എല്ലാവരും ശ്രദ്ധിച്ച ടെക്സ്റ്റിലേക്ക് പേജ് നമ്പർ 12. ഓക്കെ. റഷ്യയിലെ ഒരു ഗ്രാമത്തിൽ അഗുൽക്ക എന്നും മലാഷി എന്നും പേരുള്ള 2 പെൺകുട്ടികൾ പാർത്തിരുന്നു. ഒരു പാതയുടെ അപ്പുറത്തും ഇപ്പുറത്തുമായിരുന്നു അവരുടെ വീട്. വിശേഷ ദിവസമായതിനാൽ പള്ളിയിൽ പോയി തിരിച്ചു വരികയായിരുന്നു അവർ. നല്ല ഭംഗിയുള്ള പുത്തൻ വസ്ത്രങ്ങളാണ് 2 പേരും ധരിച്ചിരുന്നത്. അവർ നടന്നു വന്ന വഴിയിൽ അവിടവിടെ ചെളിവെള്ളം കെട്ടി നിന്നിരുന്നു. കുട്ടികൾ 2 പേരും വെള്ളത്തിലിറങ്ങി കളിക്കുവാൻ തുടങ്ങി. അവർ സംസാരിച്ച് ചെളിവെള്ളത്തിലൂടെ നടന്നു. ഇതിനിടയിൽ മലാഷ വെള്ളം തട്ടിത്തെറിപ്പിക്കാൻ തുടങ്ങി. ചെളിവെള്ളം അഗുൽക്കയുടെ മുഖത്തും പുത്തനുടുപ്പിലും വീണു. അവൾക്ക് ദേഷ്യവും സങ്കടവും വന്നു. ഈ സമയം മലാഷ ചെളിവെള്ളത്തിൽ നിന്ന് പുറത്തു കടന്ന് വീട്ടിലേക്ക് ഓടി രക്ഷപ്പെടാൻ തുനിഞ്ഞു. അപ്പോഴേക്കും അഗുൽക്കയുടെ അമ്മ അതുവഴി വന്നു. മകളുടെ ഉടുപ്പിലും മുഖത്തും ചെളി പുരണ്ടത് എങ്ങനെയെന്ന് അവർ ആരാഞ്ഞു ചോദിച്ചു. കൂട്ടുകാരി ചെളിവെള്ളം തെറിപ്പിച്ചതാണെന്ന് അഗുൽക്ക പറഞ്ഞു. അഗുൽക്കയുടെ അമ്മ മലാഷയെ പിടിച്ചു നിർത്തി ചൂടുള്ള അടി കൊടുത്തു. മലാഷ മാവിട്ട് കരയാൻ തുടങ്ങി. മകളുടെ രോദനം കേട്ട്, കരച്ചിലാണ്, രോദനം എന്ന് പറഞ്ഞാൽ കരച്ചിൽ കേട്ട് അവളുടെ അമ്മയും അവിടേക്ക് ഓടിയെത്തി. 2 അമ്മമാരും തമ്മിൽ വഴക്കായി. അന്യോന്യമുള്ള വാക്കേറ്റം കൂടിക്കൂടി വന്നു. വലിയ ശണ്ടയായി. ലഹള കേട്ട് അയൽവാസികളായ മറ്റു ചിലരും വന്നു. എന്തിനു പറയുന്നു, തെരുവിൽ വലിയ ആൾക്കൂട്ടമായി. എല്ലാവരും വായിൽ വന്നതൊക്കെ വിളിച്ചു പറയാൻ തുടങ്ങി. ആരും മറ്റുള്ളവർ പറയുന്നത് എന്തെന്ന് ശ്രദ്ധിച്ചില്ല. അവർ വഴക്ക് തുടർന്നുകൊണ്ടിരുന്നു. അപ്പോൾ അഗുൽക്കയുടെ മുത്തശ്ശി വടിയും കുത്തിപ്പിടിച്ച് അവിടേക്ക് നടന്നെത്തി. ലഹള കൂടുന്നവരെ സമാധാനപ്പെടുത്തുവാൻ ശ്രമിച്ചു. പക്ഷേ വൃദ്ധയുടെ വാക്കുകൾ ആരും ശ്രദ്ധിച്ചില്ല. സ്ത്രീകളും പുരുഷന്മാരും ലഹള തുടർന്നുകൊണ്ടിരിക്കെ അഗുൽക്ക ഉടുപ്പിലെ അഴുക്ക് തുടച്ചു കളഞ്ഞു. അവൾ വീണ്ടും ചെളിവെള്ള കുഴിയുടെ അടുത്തേക്ക് പോയി. ഒരു കല്ലെടുത്ത് കുഴിയുടെ വക്കിലെ മണ്ണുരച്ച് മാറ്റാൻ തുടങ്ങി. വേഗം മലാഷിയും അവളുടെ കൂടെ ചേർന്നു. ഒരു മരച്ചീല കൈക്കലാക്കി തോട് കുഴിക്കുന്നതിൽ അഗുൽക്കയെ സഹായിച്ചു. 2 ബാലികമാരും ചേർന്ന് ചെളിക്കുഴിയിൽ നിന്ന് പൊട്ടിച്ചുവിട്ട വെള്ളം തെരുവിൽ കൂടി ഒഴുകി. ഒഴുകുന്ന ചാലിന്റെ ഓരോ വശത്തായി പെൺകുട്ടികൾ ഓടിക്കൊണ്ടിരുന്നു. ഇരുവരും എന്തു സന്തോഷത്തിലാണ്. വെള്ളച്ചാലിൽ കൂടി ഒഴുകുന്ന മരച്ചീലുകൾ കണ്ട് കുട്ടികൾ കൈകൊട്ടിച്ചിരിച്ചു. ഇത് കണ്ട് വൃദ്ധ ലഹള കൂടുന്ന സ്ത്രീകളെ തന്റെ അരികിലേക്ക് വിളിച്ചു. ആ കുട്ടികളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവർ പറഞ്ഞു, നിങ്ങൾക്ക് നിങ്ങളെപ്പറ്റി നാണം തോന്നുന്നില്ലേ? ഈ കുട്ടികളെ ചൊല്ലിയല്ലേ നിങ്ങൾ വഴക്ക് കൂടിയത്? കളങ്കമറിയാത്ത ആ ഓമനകൾ ആഹ്ലാദം കൊണ്ട് തുള്ളിച്ചാടുന്നത് കാണാൻ നിങ്ങൾക്ക് കണ്ണില്ലേ? ചെറിയ കുട്ടികളാണെങ്കിലും അവർക്ക് നിങ്ങളെക്കാൾ അറിവുണ്ട്, ബുദ്ധിയും സ്നേഹവുമുണ്ട്. എല്ലാവരും പെൺകുട്ടികളെ നോക്കി. വൃദ്ധ പറഞ്ഞത് എത്ര ശരി. അവർ നാണിച്ച് തലതാഴ്ത്തി. അവളുടെ വിഡ്ഢിത്തമോർത്ത് ഉറക്കെ പൊട്ടിച്ചിരിച്ചുകൊണ്ട് അവർ താന്തങ്ങളുടെ വീടുകളിലേക്ക് പോയി. അല്ലെ, ഇതായിരുന്നു നമ്മുടെ കഥ. അഗുൽക്കയുടെയും മലാഷയുടെയും കഥയായിരുന്നു അത് അല്ലേ? അടുത്തടുത്ത് താമസിക്കുന്ന 2 കുട്ടികളുടെ കഥയായിരുന്നു നമ്മൾ പഠിച്ചത്. പ്ലീസ് അൺമ്യൂട്ട് സുസൈൻ. ബുക്ക് കിട്ടി. ബുക്ക് കിട്ടിയോ? ബുക്കിൽ ശ്രദ്ധിച്ചോ കേട്ടോ? ഓക്കെ, ഇത് തന്നെയല്ലേ ബുക്ക് മോളത്? അതന്നെ. ഓക്കെ, ഇത് തന്നെയാണ് നമ്മുടെ ബുക്ക്. ഓക്കെ, അപ്പൊ ശ്രദ്ധിച്ചോ. അത് മദർ പറഞ്ഞേ ബുക്ക് മാറ്റുണ്ടെന്ന്. മാറ്റം ഇല്ല മേടാ, ഇത് തന്നെയാ ബുക്ക് കേട്ടോ. ഓക്കെ, നമ്മള് ഹോളി വിത്തിന്റെ പഴയ ബുക്ക് തന്നെയാണ് ഇപ്പൊ ഫോളോ ചെയ്യുന്നത്. 3rd വരെ അല്ലാണ്ടുള്ളൂ, 4th മുതൽ അത് തന്നെയാണ്. ഓക്കെ, ക്ലിയർ ആയില്ലേ മോക്കിപ്പോ? അപ്പൊ ഇത് തന്നെയാണ് നമുക്ക് പഠിക്കുന്നത്. അപ്പൊ ഫസ്റ്റിന്റെ ക്വസ്റ്റ്യൻ ആൻസറും സെക്കൻഡ് പാഠത്തിന്റെ ക്വസ്റ്റ്യൻ ആൻസറും ഒക്കെ മോൾ എഴുതി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. സുസൈൻ ഞാൻ ആദ്യം മൂന്നാമത്തെ പാഠത്തിന്റെ എഴുതിച്ചില്ല. ഇല്ല, മൂന്നാമത്തെ പാഠം പഠിപ്പിക്കുന്നത്രേ. 3 മോളെ ഇപ്പൊ നമ്മൾ പഠിക്കുന്നത്. ഡൗട്ട് ഉണ്ട്? 2
ഓക്കെ. അപ്പൊ രണ്ടെണ്ണേ കംപ്ലീറ്റ് ആയുള്ളൂ. മൂന്നാമത്തെ പാഠാണ് നമ്മളിപ്പോ പഠിക്കുന്നത്. അതാണ് കുട്ടികളെ കണ്ട് പഠിക്കൂ എന്ന പാഠം. ഓക്കെ, പാഠം 3 ഇല്ലേ അതിന്? ഓക്കെ. അപ്പോ നമ്മൾ റഷ്യയിലെ ഒരു ഗ്രാമത്തിലെ കഥയാണ് പറയുന്നത് അല്ലെ. അഗുൽക്ക എന്നും മലാഷ എന്നും പേരുള്ള 2 പെൺകുട്ടികളുടെ കഥയാണ് ഇപ്പൊ ഇവിടെ നമ്മൾ വായിച്ചത് അല്ലെ. എന്താ നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലായത്? ഈ കഥ പഠിച്ചതിൽ നിന്ന് നിങ്ങൾക്ക് എന്താ മനസ്സിലായത് ശ്രീദേവേ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചാണ് ഈ കഥ അല്ലെ. പ്ലീസ് അൺമ്യൂട്ട് ശ്രീദേവ്. എന്താ മനസ്സിലാകുന്നത് നിങ്ങൾക്ക് ഈ കഥ കേട്ടതിന് ശേഷം? മിസ് ഒരു പ്രാവശ്യം പഠിപ്പിച്ചു, ഇപ്പൊ ആദ്യം വായിച്ചു. നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? എന്താ ശ്രീദേവി മനസ്സിലായത്? കുട്ടികളെ കണ്ട് പഠിക്കാൻ മനസ്സിലായി. എന്താ പഠിക്കേണ്ടത്? കുട്ടികൾക്ക് എന്തില്ല? എന്താ മനസ്സിലായത് ഷംബീലെ? പ്ലീസ് അൺമ്യൂട്ട് ഷൻവീൽ. അൺമ്യൂട്ട് ചെയ്തേ മോനെ. ആ പറഞ്ഞോ. ഇനിയിപ്പൊ അടുത്താളോട് ചോദിക്കും, വേഗം പറഞ്ഞോ. എന്താ ഈ കഥയിൽ നമുക്ക് മനസ്സിലായത്? ഇപ്പോ കുട്ടികൾക്ക് മനസ്സിലൊന്നും വെക്കുന്നില്ല അല്ലെ കുട്ടികള്? അല്ലേ അല്ലേ ദേവാഞ്ജന? എന്താ മനസ്സിലായത് ദേവാഞ്ജനക്ക്? ദേവാഞ്ജന പറഞ്ഞേ, എന്താ മനസ്സിലായത്? കുട്ടികളുടെ ചെറിയ ചെറിയ കുസ്തിയിൽ മുതിർന്നവർ കൂടാൻ പാടില്ല. കറക്റ്റ്, അതാണ് നമുക്ക് മനസ്സിലായത് അല്ലെ. കുട്ടികളുടെ ചെറിയ ചെറിയ കുസീതിലോ കലമ്പ് അവർ തമ്മിലുള്ള വഴക്കിലോ മുതിർന്നവര് ഒരിക്കലും പങ്കാളികളാവരുത് അല്ലെ. അവര് ആ സമയം നിഷ്കളങ്കരാണ് കുട്ടികള്. അവർ ആ സമയം തന്നെ അവരുടെ വെറുപ്പും പകയും ഒക്കെ അവർ മറന്നുപോകും. പക്ഷെ മുതിർന്നവരങ്ങനല്ല. മുതിർന്നവര് ആ വഴക്കിൽ പങ്കാളികളായാല് അത് ശരിയാവൂല അല്ലെ. എന്തുകൊണ്ടാ? കുട്ടികൾ വേഗം മറന്ന് അവർ തമ്മിൽ നല്ല സൗഹാർദ്ദത്തിലാവും അല്ലെ. അതാണ് ഈ കഥയിൽ നമുക്ക് കുട്ടികളെ കണ്ട് പഠിക്കുന്ന കഥയിൽ നമുക്ക് മനസ്സിലായത് അല്ലെ. അപ്പൊ എന്താണ്, റഷ്യയിലെ ഒരു ഗ്രാമത്തിൽ അഗുൽക്ക എന്നും മലാഷ എന്നും പേരുള്ള 2 പെൺകുട്ടികൾ പാർത്തിരുന്നു അല്ലെ. താമസിച്ചു. പാർക്കുക, താമസിക്കുക. ഒരു പാതയുടെ അപ്പുറത്തും ഇപ്പുറത്തുമായിരുന്നു അവരുടെ വീട്. അവരുടെ വീട് അടുത്തടുത്തായിരുന്നു അല്ലെ. വിശേഷ ദിവസം, സ്പെഷ്യൽ ഡേ ആയതുകൊണ്ട്, വിശേഷ ദിവസം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും വിശേഷമായ എന്തെങ്കിലും ഫംഗ്ഷൻ ഉള്ള ദിവസം അല്ലെ. അങ്ങനെയുള്ളൊരു ദിവസം ആയതുകൊണ്ട് എന്നാലും നമ്മൾ എന്ത് ചെയ്യും? പുതിയ ഡ്രസ്സൊക്കെ ധരിക്കും അല്ലെ. കുട്ടികൾ പ്രത്യേകിച്ച് നല്ല സൂപ്പർ കുപ്പായൊക്കെ ധരിച്ചിട്ടുണ്ടാവും അല്ലെ. സൂപ്പർ ഡ്രസ്സൊക്കെ ധരിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് അവരെന്ത് ചെയ്തതിന് നല്ല ഡ്രസ്സായിരുന്നു ധരിച്ചത്. നല്ല ഭംഗിയുള്ള പുത്തൻ വസ്ത്രങ്ങളായിരുന്നു, പുതിയ വസ്ത്രങ്ങളായിരുന്നു അവർ 2 പേരും ധരിച്ചിരുന്നത്. അവർ നടന്നു വന്ന വഴിയിൽ അവിടെ ചെളിവെള്ളം കെട്ടിയിരുന്നു അല്ലെ. ഇപ്പൊ മഴ ആയതുകൊണ്ട് എവിടെയും ഉണ്ടാവും ചെളിവെള്ളം. അപ്പൊ ചെളിവെള്ളത്തിൽ എന്ത് ചെയ്തു? അവർ 2 പേരും ഇറങ്ങി കളിക്കാൻ തുടങ്ങി. അങ്ങനെ കളിച്ചോണ്ടിരിക്കെ മലാഷ വെള്ളം തട്ടിത്തെറിപ്പിക്കാൻ തുടങ്ങി. അത് എന്തു പറ്റി? ചെളിവെള്ളം അഗുൽക്കയുടെ മുഖത്തും പുത്തനുടുപ്പിലും വീണു. അവൾക്ക് ദേഷ്യവും സങ്കടവും വന്നു. എന്തുകൊണ്ടാണ് അഗുൽക്കയ്ക്ക് ദേഷ്യവും സങ്കടവും വന്നത്? എന്തുകൊണ്ടാണ് ദേഷ്യവും സങ്കടവും വന്നത്? അവളുടെ പുത്തനുടുപ്പിലും മുഖത്തും ഒക്കെ ചെളിവെള്ളം തെറിപ്പിച്ചത് കൊണ്ട് അല്ലെ. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ്, ചെളിവെള്ളം തെറിപ്പിച്ചുകൊണ്ടാണ് അഗുൽക്കയ്ക്ക് സങ്കടം വന്നത്, സങ്കടവും ദേഷ്യവും വന്നത് അല്ലെ. ഈ സമയം മലാഷ ചെളിവെള്ളത്തിൽ നിന്ന് പുറത്തു കിടന്ന് വീട്ടിലേക്ക് ഓടി രക്ഷപ്പെടാൻ തുടങ്ങി. എന്തുകൊണ്ടാ ഓടി രക്ഷപ്പെട്ടത്? അവൾ അഗുൽക്കയുടെ ഡ്രസ്സിലും മുഖത്തും വെള്ളം തെറിപ്പിച്ചത് കൊണ്ടാണ് ഓടി രക്ഷപ്പെട്ടത് അല്ലെ. ഓക്കെ, അപ്പോ അത് കേട്ട് എന്ത് ചെയ്തു? വീട്ടിലേക്ക് ഓടി രക്ഷപ്പെടാൻ തുടങ്ങി. മലാഷ എന്ത് ചെയ്തു? ചളി തെറിപ്പിച്ചത് കൊണ്ട് പേടിച്ചിട്ടാണ് വേഗം ഓടി രക്ഷപ്പെട്ടത് അല്ലെ, രക്ഷപ്പെടാൻ തുടങ്ങിയത്. അപ്പോഴേക്ക് അഗുൽക്കയുടെ അമ്മ അതുവഴി വന്നു. മകളുടെ ഉടുപ്പിലും മുഖത്തും ചെളി പുരണ്ടത് എങ്ങനെയെന്ന് അവർ ചോദിച്ചു അല്ലെ. ആരായുക? ചോദിക്കുക. അവർ ചോദിച്ചു. കൂട്ടുകാരി ചെളിവെള്ളം തെറിപ്പിച്ചതാണ് അഗുൽക്ക പറഞ്ഞു അല്ലെ. മലാഷയാണ് എന്റെ ഡ്രസ്സിൽ ചളിവെള്ളം തെറിപ്പിച്ചതെന്ന് ആര് പറഞ്ഞു?
അഗുൽക്ക പറഞ്ഞു അല്ലെ. അതുകൊണ്ട് എന്ത് ചെയ്തു, അഗുൽക്കയുടെ അമ്മ മലാശയെ പിടിച്ച് നല്ല ചൂടുള്ള അടി കൊടുത്തു അല്ലേ. നല്ല അടിയായിരുന്നു, നല്ല സ്ട്രോങ് അടിയാണ്. അതാണ് ചൂടുള്ള അടി എന്ന് പറഞ്ഞത് അല്ലെ. ചൂടുള്ള അടി കൊടുത്തു. മലാശ വാവിട്ട് കരയാൻ തുടങ്ങി. മകളുടെ രോദനം കേട്ട് അവളുടെ അമ്മയും വന്നു അല്ലെ. ഒരു കുട്ടി കരയുമ്പോൾ എന്തായാലും അവളുടെ അമ്മയ്ക്ക് വിഷമാവും. അതുകൊണ്ട് എന്ത് ചെയ്തു, അടുത്ത അമ്മയും ഇറങ്ങി വന്നു. പിന്നെ പ്രശ്നമായി, വഴക്കായി. ശണ്ട പറഞ്ഞ വഴക്കായി അല്ലെ. ലഹളം കേട്ട അയൽവാസികളായ മറ്റു ചിലരും വന്നു. എന്തിനു പറയുന്നു, തെരുവിൽ വലിയ ആൾക്കൂട്ടമായി അല്ലെ. ചെറിയൊരു വഴക്കുണ്ടെങ്കിൽ പിന്നെ ആളെല്ലാം കൂടി അവിടെ വലിയൊരു ആൾക്കൂട്ടമാവും അല്ലെ. നിങ്ങൾ കാണാറില്ലേ വഴക്ക്? അപ്പോ അങ്ങനെ അവിടെ ഒരു വലിയ ആൾക്കൂട്ടമായി. എല്ലാവരും വായിൽ വന്നതൊക്കെ വിളിച്ചു പറയും. ദേഷ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, വായിൽ വന്നതൊക്കെ വിളിച്ചു പറയും അല്ലെ. തെറ്റോ ശരിയോ എന്നൊന്നും ആ സമയത്ത് നമുക്ക് ഒരു ബോധ്യം ഉണ്ടാവില്ല. നമ്മളെ വായിൽ എന്താ വരുന്നത് അതൊക്കെ നമ്മള് വിളിച്ചു പറയും അല്ലെ. ദേഷ്യം വന്നു കഴിഞ്ഞാൽ അതൊരു മനുഷ്യരുടെ സ്വഭാവമാണ് അല്ലെ. അപ്പൊ വായിൽ വന്നതൊക്കെ എല്ലാവരും വിളിച്ചു പറയാൻ തുടങ്ങി. ആരും മറ്റുള്ളവർ പറയുന്ന എന്തെന്ന് ശ്രദ്ധിച്ചില്ല. മറ്റുള്ളവർ എന്താ പറയുന്നതെന്ന് ആരും ശ്രദ്ധിച്ചില്ല. അവർ വഴക്ക് തുടർന്നു കൊണ്ടിരുന്നു. അപ്പോൾ അഗുൽക്കയുടെ മുത്തശ്ശി വടിയും കുത്തിപ്പിടിച്ച് അവിടേക്ക് നടന്നെത്തി. ലഹള കൂടുന്നവരെ സമാധാനപ്പെടുത്തുവാൻ ശ്രമിച്ചു. പക്ഷേ വൃദ്ധയുടെ വാക്കുകൾ ആരും ശ്രദ്ധിച്ചില്ല അല്ലെ. വൃദ്ധ ആയതുകൊണ്ട് എന്ത് ചെയ്തു, ആരും അത് ഗൗനിച്ചില്ല. അവര് വഴക്ക് കൂടുന്നവരെ തിരുത്താനാ ശ്രമിച്ചത്. പക്ഷെ ആരും വൃദ്ധ ആയതുകൊണ്ട് അവരെ ശ്രദ്ധിച്ചില്ല. വൃദ്ധ പറഞ്ഞ ആരാ, കിഴവി അല്ലെ, പ്രായമായ സ്ത്രീയാണ് അല്ലെ. സ്ത്രീകളും പുരുഷന്മാരും ലഹള തുടർന്നുകൊണ്ടിരിക്കെ അഗുൽക്ക ഉടുപ്പില് അഴുക്ക് തുടച്ചു കളഞ്ഞാൽ പോവല്ലേ അഴുക്ക്, അതെന്നപാട് തുടച്ചു കളഞ്ഞു. അവൾ വീണ്ടും ചെളിവെള്ളക്കുഴിയുടെ അടുത്തേക്ക് പോയി. ഒരു കല്ലെടുത്ത് കുഴിയുടെ വക്കിലെ മണ്ണുരച്ച് മാറ്റാൻ തുടങ്ങി. വേഗം മലാശയും അവളുടെ കൂടെ ചെന്നു. അപ്പൊ അവരുടെ വഴക്ക് പോയി അല്ലേ. ആ സമയം തന്നെ അവരൊന്നിച്ചായി. ഒരു മരച്ചില കൈക്കലാക്കി തോട് കുഴിക്കുന്നതിൽ അഗുൽക്കയെ സഹായിച്ചു. 2 ബാലികമാരും ചേർന്ന് ചെളിക്കുഴിയിൽ നിന്ന് പൊട്ടിച്ചു വിട്ട വെള്ളം തെരുവിൽ കൂടി ഒഴുകി അല്ലെ. അത് കഴിഞ്ഞ പാടെ അവരുടെ പ്രശ്നമൊക്കെ മാറി, അവരൊന്നായി. എന്തേ സെബ? പ്ലീസ് അൺമ്യൂട്ട് സെബ. പോലെ എന്തു പറ്റി, കേൾക്കുന്നില്ല? ഓക്കെ. അപ്പൊ അവര് തമ്മിൽ നല്ല ഫ്രണ്ടായി അല്ലെ. ആദ്യം ഒഴുകുന്ന ചാലിന്റെ ഓരോ വശത്തായി പെൺകുട്ടികൾ ഓടിക്കൊണ്ടിരുന്നു. ഇരുവരും എന്ത് സന്തോഷത്തിലാണ്. വെള്ളച്ചാലിൽ കൂടി ഒഴുകുന്ന മരച്ചീലുകൾ കണ്ട് കുട്ടികൾ കൈകൊട്ടി ചിരിച്ചു അല്ലെ. അവര് മറന്നു, പ്രശ്നങ്ങളൊക്കെ അവരത് പോയി. ഇത് കണ്ട് വൃദ്ധ ലഹള കൂടുന്ന സ്ത്രീകളെ തന്റെ അരികിലേക്ക് വിളിച്ചു. ആ കുട്ടികളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവർ പറഞ്ഞു, നിങ്ങൾക്ക് നിങ്ങളെ പറ്റി നാണം തോന്നില്ലേ? അവര് തമ്മിൽ നല്ല ഫ്രണ്ടായി അല്ലേ. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളെ പറ്റി നാണം തോന്നില്ലേ എന്ന് ആ വൃദ്ധ സ്ത്രീ ചോദിച്ചു. ഈ കുട്ടികളെ ചൊല്ലിയല്ലേ നിങ്ങൾ വഴക്ക് കൂടിയത്? കളങ്കമറിയാത്ത നിഷ്കളങ്കരായ അവര്. കളങ്കമറിയാത്ത പറഞ്ഞ നിഷ്കളങ്കർ അല്ലേ. ഓക്കെ. ആ ഓമനകൾ ആഹ്ലാദം കൊണ്ട് തുള്ളിച്ചാടുന്നത് കാണാൻ നിങ്ങൾക്ക് കണ്ണില്ലേ? ചെറിയ കുട്ടികളാണെങ്കിലും അവർക്ക് നിങ്ങളെക്കാൾ അറിവുണ്ട്, ബുദ്ധിയും സ്നേഹവും ഉണ്ട് അല്ലെ. ചെറിയ കുട്ടികൾക്ക് അറിവുണ്ട്, ബുദ്ധിയും സ്നേഹവും ഉണ്ട്. അവര് എന്ത് ചെയ്തു, ആ പ്രശ്നം കഴിഞ്ഞാൽ അവര് ഒന്നായി അല്ലെ. എല്ലാവരും പെൺകുട്ടികളെ നോക്കി. വൃദ്ധ പറഞ്ഞത് എത്ര ശരി. അവർ നാണിച്ച് തല താഴ്ത്തി. എന്തുകൊണ്ടാണ് അവര് നാണിച്ച് തല താഴ്ത്തിയത്? അവര് ചെറിയ കുട്ടികൾ എന്തായി, അതിനുവേണ്ടി വഴക്ക് കൂടിയ മുതിർന്നവര് നാണിച്ച് തല താഴ്ത്തി. എന്തുകൊണ്ടാ? കുട്ടികൾ വേഗം ആ പ്രശ്നങ്ങളൊക്കെ ഒതുക്കി തീർത്ത് അവര് ഒന്നായി, അവരൊന്നിച്ച് കളിക്കാൻ തുടങ്ങി അല്ലേ. ഓക്കെ. തങ്ങളുടെ വിഡ്ഢിത്തമോർത്ത് ഉറക്കെ പൊട്ടിച്ചിരിച്ചുകൊണ്ട് അവർ തങ്ങളുടെ വീടുകളിലേക്ക് പോയി. ഇതാണ് ആ കഥ. കഥ മനസ്സിലായോ നിങ്ങൾക്ക്? സിമ്പിൾ ആണ്, ചെറിയൊരു കഥ. അപ്പോ ആ പാഠം എല്ലാവർക്കും മനസ്സിലായോ? ഓക്കെ, കാണിക്കുന്നുണ്ട് എല്ലാവരും. അപ്പൊ ആരാ ഇന്നൊന്ന് വായിക്കുന്നേ? ആരാ വായിക്കുന്നേ? ഓക്കെ, പ്ലീസ് അൺമ്യൂട്ട്. കൃപ മേരി എബ്രഹാം. കൃപ. കുറെ പേര്
പാഠം 3. ശ്രദ്ധിക്കണേ. കുട്ടികളെ കണ്ടു പഠിക്കൂ. ഉം. റഷ്യയിലെ ഒരു ഗ്രാമത്തിൽ അഗുൽക്ക എന്നും മലാഷ എന്നും പേരുള്ള 2 പെൺകുട്ടികൾ പാർത്തിരുന്നു. ഒരു പാതയുടെ അപ്പുറത്തും ഇപ്പുറത്തും ആയിരുന്നു അവരുടെ വീട്. വിശേഷ ദിവസമായതിനാൽ പള്ളിയിൽ പോയി തിരിച്ചു വരികയായിരുന്നു അവർ. നല്ല ഭംഗിയുള്ള പുത്തൻ വസ്ത്രങ്ങളാണ് 2 പേരും ധരിച്ചിരുന്നത്. അവർ നടന്നു വന്ന വഴിയിൽ അവിടെ ചെളിവെള്ളം കെട്ടി നിന്നിരുന്നു. കുട്ടികൾ 2 പേരും വെള്ളത്തിൽ ഇറങ്ങി കളിക്കാൻ തുടങ്ങി. അവർ സംസാരിച്ച് ചെളിവെള്ളത്തിലൂടെ നടന്നു. ഇതിനിടെ മലാഷ വെള്ളം തട്ടിത്തെറിപ്പിക്കാൻ തുടങ്ങി. സങ്കടവും വന്നു. ഈ സമയം മലാഷ ചെളിവെള്ളത്തിൽ നിന്ന് പുറത്തു കടന്ന് വീട്ടിലേക്ക് ഓടി രക്ഷപ്പെടാൻ തുനിഞ്ഞു. അപ്പോഴേക്കും അഗുൽക്കയുടെ അമ്മ അതുവഴി വന്നു. മകളുടെ ഉടുപ്പിലും മുഖത്തും ചെളിവെള്ളം പുരട്ടത് എങ്ങനെയെന്ന് അവർ അരഞ്ഞു. കൂട്ടുകാരി ചെളിവെള്ളം തെറിപ്പിച്ചതാണെന്ന് അഗുൽക്ക പറഞ്ഞു. അഗുൽക്കയുടെ അമ്മ മലാഷയെ പിടിച്ചു നിർത്തി ചൂടുള്ള അടി കൊടുത്തു. മലാഷ വാവിട്ട് കരയാൻ തുടങ്ങി. മകളുടെ രോദനം കേട്ട് അവളുടെ അമ്മയും അവിടെ ഓടിയെത്തി. രണ്ടമ്മമാരും തമ്മിൽ വഴക്കായി. അന്യോന്യമുള്ള വാക്കേറ്റം കൂടിക്കൂടി വന്നു. വലിയ ശണ്ടയായി. ലഹള കേട്ട് അയൽവാസികളായ മറ്റു ചിലരും വന്നു. എന്തിനു പറയുന്നു? തെരുവിൽ വലിയ ആൾക്കൂട്ടമായി. എല്ലാവരും വായിൽ വന്നതൊക്കെ വിളിച്ചു പറയാൻ തുടങ്ങി. ആരും മറ്റുള്ളവർ പറയുന്നത് എന്തെന്ന് ശ്രദ്ധിച്ചില്ല. അവർ വഴക്കു തുടർന്നു കൊണ്ടിരുന്നു. അപ്പോൾ അഗുൽക്കയുടെ മുത്തശ്ശി വടിയും കുത്തിപ്പിടിച്ച് അവിടേക്ക് നടന്നെത്തി. ലഹള കൂടുന്നവരെ സമാധാനപ്പെടുത്തുവാൻ ശ്രമിച്ചു. പക്ഷേ വൃദ്ധയുടെ വാക്കുകൾ ആരും ശ്രദ്ധിച്ചില്ല. സ്ത്രീകളും പുരുഷന്മാരും ലഹള തുടർന്നുകൊണ്ടേ ഇരിക്കെ അഗുൽക്ക ഉടുപ്പിലെ അഴുക്ക് തുടച്ചു കളഞ്ഞു. അവൾ വീണ്ടും ചെളിവെള്ളക്കുഴിയുടെ അടുത്തേക്ക് പോയി. ഒരു കല്ലെടുത്ത് കുഴിയുടെ വക്കിലെ മണ്ണുരച്ച് മാറ്റാൻ തുടങ്ങി. കുഴിക്കുന്നതിൽ അഗുൽക്കയെ സഹായിച്ച് മണ്ണുരച്ച് മാറ്റാൻ തുടങ്ങി. വേഗം മലാഷയും അവളുടെ കൂടെ ചേർന്ന് ഒരു മരച്ചീള കൈക്കലാക്കി തോട് കുഴിക്കുന്നതിനാൽ അഗുൽക്കയെ സഹായിച്ചു. 2 ബാലികമാരും ചേർന്ന് ചെളിക്കുഴിയിൽ നിന്ന് പൊട്ടിച്ചു വിട്ട വെള്ളം തെരുവിൽ കൂടി ഒഴുകി. ഒഴുകുന്ന ചാലിന്റെ ഓരോ വശത്തായി പെൺകുട്ടികൾ ഓടിക്കൊണ്ടിരുന്നു. ഇരുവരും എന്ത് സന്തോഷത്തിലാണ്. വെള്ളച്ചാലിൽ കൂടി ഒഴുകുന്ന മരച്ചീള കണ്ട് കുട്ടികൾ കൈ പൊട്ടിച്ചിരിച്ചു. ഇത് കണ്ട് വൃദ്ധ ലഹള കൂടുന്ന സ്ത്രീകളെ തന്റെ അരികിലേക്ക് വിളിച്ചു. ആ കുട്ടികളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾക്ക് നിങ്ങളെ പറ്റി നാണം തോന്നുന്നില്ലേ? ഈ കുട്ടികളെ ചൊല്ലിയല്ലേ നിങ്ങളെ വഴക്കു കൂടിയത്? കളങ്കമറിയാത്ത ആ ഓമനകൾ ആഹ്ലാദം കൊണ്ട് തുള്ളിച്ചാട്ടുന്നത് കാണാൻ നിങ്ങൾക്ക് കണ്ണില്ലേ? ചെറിയ കുട്ടികളാണെങ്കിലും അവർക്ക് നിങ്ങളെക്കാൾ അറിവുണ്ട്, ബുദ്ധിയുണ്ട്, സ്നേഹമുണ്ട്. എല്ലാവരും പെൺകുട്ടികളെ നോക്കി വൃദ്ധ പറഞ്ഞത് എത്ര ശരി. അവർ നാണിച്ച് തല താഴ്ത്തി. തങ്ങളുടെ വിഡ്ഢിത്തരം ഓർത്ത് ഉറക്കെ പൊട്ടിച്ചിരിച്ചുകൊണ്ടും അവർ തങ്ങളുടെ വീടുകളിലേക്ക് പോയി. നെക്സ്റ്റ് ആരാ വായിക്കുന്നേ? നെക്സ്റ്റ് ദേവാഞ്ജനിയാ വായിക്കുന്നത്. പ്ലീസ് അൺമ്യൂട്ട് ദേവാഞ്ജന. കുറെ പേര് വായിക്കാണ്ട് ആരും കൈപൊക്കുന്നില്ലല്ലോ. റഷ്യയിലെ ഒരു ഗ്രാമത്തിൽ അഗുൽക്ക എന്നും മലാഷ എന്നും പേരുള്ള 2 പെൺകുട്ടികൾ പാർത്തിരുന്നു. ഒരു പാതയുടെ അപ്പുറത്തും ഇപ്പുറത്തുമായിരുന്നു അവരുടെ വീട്. വിശേഷ ദിനമായതിനാൽ
പള്ളിയിൽ പോയി തിരിച്ചു വരികയായിരുന്നു അവർ. നല്ല ഭംഗിയുള്ള പുത്തൻ വസ്ത്രങ്ങളായിരുന്നു രണ്ടുപേരും ധരിച്ചിരുന്നത്. അവർ നടന്നു വന്ന വഴിയിൽ അവിടിവിടെ ചെളിവെള്ളം കെട്ടി നിന്നിരുന്നു. കുട്ടികൾ രണ്ടുപേരും വെള്ളത്തിലിറങ്ങി കളിക്കുവാൻ തുടങ്ങി. അവർ സംസാരിച്ച് ചെളിവെള്ളത്തിലൂടെ നടന്നു. ഇതിനിടയിൽ മലാശ വെള്ളം തട്ടിത്തെറിപ്പിക്കാൻ തുടങ്ങി. ചെളിവെള്ളം അഗുൽക്കയുടെ മുഖത്തും പുത്തനുടുപ്പിലും വീണു. അവൾക്ക് ദേഷ്യവും സങ്കടവും വന്നു. ഈ സമയം മലാശ ചെളിവെള്ളത്തിൽ നിന്ന് പുറത്തു കടന്ന് വീട്ടിലേക്ക് ഓടി രക്ഷപ്പെടാൻ തുനിഞ്ഞു. അപ്പോഴേക്കും അഗുൽക്കയുടെ അമ്മ അതുവഴി വന്നു. മകളുടെ ഉടുപ്പിലും മുഖത്തും ചെളി പുരണ്ടതെങ്ങനെയെന്ന് അവർ ആരാഞ്ഞു. കൂട്ടുകാരി ചെളിവെള്ളം തട്ടിത്തെറിപ്പിച്ചതെന്ന് അഗുൽക്ക പറഞ്ഞു. അഗുൽക്കയുടെ അമ്മ മലാശയെ പിടിച്ചു നിർത്തി ചൂടുള്ള അടി കൊടുത്തു. മലാശ വാവിട്ടു കരയാൻ തുടങ്ങി. മകളുടെ രോദനം കേട്ട് അവളുടെ അമ്മയും അവിടേക്ക് ഓടി എത്തി. രണ്ട് അമ്മമാരും തമ്മിൽ വഴക്കായി. അന്യോന്യമുള്ള വാക്കേറ്റം കൂടി വന്നു. വലിയ ശണ്ടയായി. ലഹളം കേട്ട് അയൽവാസികളായ മറ്റു ചിലരും വന്നു. എന്തിനു പറയുന്നു, തെരുവിൽ വലിയ ആൾക്കൂട്ടമായി. എല്ലാവരും വായിൽ വന്നതൊക്കെ വിളിച്ചു പറയാൻ തുടങ്ങി. ആരും മറ്റുള്ളവർ പറയുന്നതെന്ന് ശ്രദ്ധിച്ചില്ല. അവർ വഴക്കു തുടർന്നു കൊണ്ടിരുന്നു. അപ്പോൾ അഗുൽക്കയുടെ മുത്തശ്ശി വടിയും കുത്തിപ്പിടിച്ച് അവിടേക്ക് നടന്നെത്തി. ലഹളം കൂടുന്നവരെ സമാധാനപ്പെടുത്തുവാൻ ശ്രമിച്ചു. പക്ഷേ വൃദ്ധയുടെ വാക്കുകൾ ആരും ശ്രദ്ധിച്ചില്ല. സ്ത്രീകളും പുരുഷന്മാരും ലഹളം തുടർന്നു കൊണ്ടിരിക്കെ അഗുൽക്ക ഉടുപ്പിലെ അഴുക്ക് തുടച്ചു കളഞ്ഞു. അവൾ വീണ്ടും കുഴിയുടെ അടുത്തേക്ക് പോയി. ഒരു കല്ലെടുത്ത് കുഴിയുടെ വക്കിലെ മണ്ണുരച്ചു മാറ്റാൻ തുടങ്ങി. വേഗം മലാശയും അവളുടെ കൂടെ ചേർന്നു. ഒരു മരച്ചീല് കൈക്കലാക്കി തോട് കുഴിക്കുന്നതിൽ അഗുൽക്കയെ സഹായിച്ചു. രണ്ട് ബാലികമാരും ചേർന്ന് ചെളി കുഴിക്കുന്നതിൽ കൂടി ഒഴുക്കി. ഒഴുകുന്ന ചാലിന്റെ ഓരോ വശത്തായി പെൺകുട്ടികൾ ഓടിക്കൊണ്ടിരുന്നു. ഇരുവരും എന്ത് സന്തോഷത്തിലാണ്. വെള്ളച്ചാലിൽ കൂടി ഒഴുകുന്ന മലച്ചീലു കണ്ട് കുട്ടികൾ കൈകൊട്ടി ചിരിച്ചു. ഇത് കണ്ട് വൃദ്ധ ലഹളം കൂടുന്ന സ്ത്രീകളെ തന്റെ അരികിലേക്ക് വിളിച്ചു. ആ കുട്ടികളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവർ പറഞ്ഞു, നിങ്ങൾക്ക് നിങ്ങളെ പറ്റി നാണം തോന്നുന്നില്ലേ? ഈ കുട്ടികൾ ചൊല്ലിയല്ലേ നിങ്ങൾ വഴക്ക് കൂടിയത്? കളങ്കം മറിയാത്ത ആ ഓമനങ്ങൾ ആഹ്ലാദം കൊണ്ട് തുള്ളിച്ചാടുന്നത് കാണാൻ നിങ്ങൾക്ക് കണ്ണില്ലേ? ചെറിയ കുട്ടികളാണെങ്കിലും അവർക്ക് നിങ്ങളെക്കാൾ അറിവുണ്ട്, ബുദ്ധിയും സ്നേഹവുമുണ്ട്. എല്ലാവരും പെൺകുട്ടികളെ നോക്കി. വൃദ്ധ പറഞ്ഞത് എത്ര ശരി. അവർ നാണിച്ചു തലതാഴ്ത്തി. തങ്ങളുടെ വിഡ്ഢിത്തമോർത്ത് ഉറക്കെ പൊട്ടിച്ചിരിച്ചുകൊണ്ട് അവർ താന്താങ്ങളുടെ വീട്ടിലേക്ക് പോയി. ഓക്കെ, അപ്പൊ ഇതാണ് കഥ. ഇനി അടുത്ത ക്ലാസ്സിൽ വരുമ്പം ഒരു 3 times എങ്കിലും എല്ലാ കുട്ടികളും ഇത് വായിച്ചിട്ട് വരണം. എല്ലാരെയും മിസ് ഇത് വായിപ്പിക്കും, ഓരോരാളെയായിട്ട് കേട്ടോ. എല്ലാരും വായിക്കണേ. ടെക്സ്റ്റ് വായിച്ചു കഴിഞ്ഞാലേ നിങ്ങൾക്ക് നല്ലപോലെ അറിയാൻ പറ്റൂ. വായിച്ചു കഴിഞ്ഞാൽ നല്ല ആൻസർ ഒക്കെ നിങ്ങൾക്ക് സ്വന്തമായി ചെയ്യാൻ പറ്റും.
ഓക്കെ, ടെക്സ്റ്റ് നല്ലപോലെ വായിക്കണം. അതുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സിന്റെ ടൈം കഴിയാറായി. അടുത്ത ക്ലാസ്സിൽ എല്ലാ കുട്ടികളെ കൊണ്ട് വായിപ്പിക്കും. ആരും കാണ്ടിരിക്കരുത് കേട്ടോ വായിക്കാൻ പറയുമ്പോ. ഓക്കെ, ഞാൻ എന്ന് പറയണ എല്ലാവരും ഒരു 3 times വായിച്ചിട്ട് വരണേ. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ്സിന്റെ ടൈം കഴിഞ്ഞു. ഓക്കെ, ബൈ. എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോ? ഓക്കെ, ഗുഡ്. Bye. See you in the next class. Okay. Bye. Thank you, Miss. Thank you. Welcome.